ഈ വീഡിയോയിൽ വളരെ നിർണായകമായിട്ടുള്ള ഡെവലപ്മെൻറ്റുകളാണ്. പ്രത്യേകിച്ച് ഇറാൻ അമേരിക്ക കോൺഫ്ലിക്റ്റ്, മിഡിൽ ഈസ്റ്റിൽ പ്രത്യേകിച്ച് സ്ട്രെയ്റ്റ് ഓഫ് ഹോർമോസ് ഇച്ചിരി ടെൻസ്ഡ് ആണ്. അതായത് പ്രധാനമായിട്ട് 2 അമേരിക്കൻ സ്ട്രൈക്കർ ഷിപ്പുകളെ ഇറാൻ ആക്രമിച്ചു എന്നുള്ള അവകാശവാദം ഇറാൻ ഉയർത്തുമ്പോൾ അമേരിക്ക അതിനെ ഡിനൈ ചെയ്യാണ്. സെൻകോം പറയുന്നുണ്ട്, നിങ്ങൾ ഞങ്ങളുടെ സ്ട്രൈക്കർ ഷിപ്പുകൾ എങ്ങാനും തൊട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഈ അവസ്ഥയിലല്ല ഉണ്ടാവുക എന്നുള്ള തരത്തിലുള്ള വാണിംഗ് ഒക്കെ അമേരിക്കയുടെ സെൻകോമിൽ നിന്നും പുറപ്പെടുവിച്ചിട്ടുണ്ട്. പക്ഷേ അതേസമയം ഞാനിവിടെ ഒരു ഓഡിയോ ക്ലിപ്പ് ആഡ് ചെയ്യുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് കേട്ടു നോക്കുക. ഇറാൻ്റെ സെഫ നേവി തുടരെ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമോസിൽ വാണിംഗ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അവർ ഡയറക്റ്റ് ആയിട്ട് അമേരിക്കയുടെ കപ്പലുകൾക്ക് നേരെയാണ് വാണിംഗ് കൊടുക്കുന്നത്. Islamic Republic of Iran declares the Strait of Hormuz completely closed again. No vessel of any type or nationality is allowed to pass through the Strait of Hormuz. Any vessel intending to exit the Strait of Hormuz that cross the red line between Hengam Island and Mina Sagat port, and any vessel intending to enter the Strait of Hormuz that cross the red line between Khuf Mubarak and Fujairah port will be met with a severe response from the IRGC Navy and will be destroyed. This is Sepah Navy out. അപ്പോൾ സെപ്പ നേവി പറയുന്നത്, ഞങ്ങൾ വാണിംഗ് കൊടുത്തു, അത് ഒബേ ചെയ്യാത്തത് കൊണ്ട് ആക്രമണം നടത്തി എന്നാണ് പറയുന്നത്. പക്ഷേ അവർ ഒരു വാണിംഗ് സൈനായിട്ടുള്ള ആക്രമണം നടത്തിയിട്ടുണ്ടാവാം. പക്ഷേ അമേരിക്കയുടെ സൈഡിൽ നിന്നും അവർക്ക് ഒരു തരത്തിലുള്ള ലോസും ഉണ്ടായതായിട്ട് ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. 2 സൈഡിലും ഇതേ നിലപാടാണ് തുടരുന്നത്. പക്ഷേ അതേസമയം അമേരിക്ക സ്ട്രെയ്റ്റ് ഓഫ് ഹോർമോസിൽ ഹെലികോപ്റ്റേഴ്സ്, അപ്പാച്ചെ ഹെലികോപ്റ്റർ ഉൾപ്പെടെയുള്ള പല സംവിധാനങ്ങളും കൊണ്ട് നിർത്തിയിരിക്കുകയാണ്. സ്ട്രെയ്റ്റ് ഓഫ് ഹോർമോസിനെ ഒരു ആയുധമായിട്ട് വെപ്പണൈസ് ചെയ്ത് ഉപയോഗിക്കുന്ന ഇറാനെ അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിക്കാൻ വേണ്ടി സ്ട്രെയ്റ്റ് ഓഫ് ഹോർമോസിൽ നിന്ന് തന്നെ യുദ്ധം തുടങ്ങാൻ വേണ്ടിയിട്ടാണ് അമേരിക്ക തീരുമാനിച്ചിരിക്കുന്നത്. അമേരിക്കയുടെ ആക്രമണങ്ങളെല്ലാം തന്നെ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമോസിനെ കേന്ദ്രീകരിച്ചായിരിക്കും. അതായത് സ്ട്രെയ്റ്റ് ഓഫ് ഹോർമോസിലൂടെ കടന്നു പോകുന്ന കപ്പലുകളെ ആക്രമിക്കുന്ന സെഫ നേവി IRGC ടീമുകളെ തിരിച്ചടിക്കാനാണ് അമേരിക്കയുടെ തീരുമാനം. ഇപ്പം നിലവിലെ ഒരു വാർത്ത വരുന്നതെന്ന് വെച്ചാൽ ഇസ്രായേലിൽ നിന്നും ഫൈറ്റർ ജെറ്റുകൾ നേരെ UAE വരുന്നതായിട്ടുള്ളൊരു വാർത്ത വരുന്നുണ്ട്. റഡാർ മാപ്പിലാണ് ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അതേസമയം ഇതിൻ്റെ കാരണങ്ങളൊന്നും വ്യക്തമല്ല. തീർച്ചയായിട്ടും ഈ മേഖലയിൽ എന്തോ ഒരു പന്തികേടുണ്ട്, അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. UAE സ്കൂളുകളെല്ലാം തന്നെ ഓൺലൈനിൽ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഉത്തരവ് ഗവൺമെൻറ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് സ്കൂളെല്ലാം തന്നെ ഓൺലൈനിലായിരിക്കും പ്രവർത്തിക്കുക. അപ്പോൾ എല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ കൃത്യമായിട്ട് ഈ യുദ്ധം റീസ്റ്റാർട്ട് ചെയ്യുന്നതായിട്ടാണ് പൊതുവിൽ വാർത്തകൾ വരുന്നത്. ഇതിനകത്ത് ഒരു പ്രത്യേക വിഷയം എന്ന് പറഞ്ഞാൽ, ഈ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമോസ് എന്ന് പറഞ്ഞ സ്ഥലം ഇറാന് മാത്രം അവകാശപ്പെട്ടതല്ല. ഈ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമോസ് എന്ന് പറഞ്ഞ സ്ഥലം അവിടെ ഒമാൻ ഉണ്ട്, UAE ഉണ്ട്, ഇങ്ങനെ 2-3 രാജ്യങ്ങളുടെ ഏരിയ കൂടിയാണിത്. അത് ഇവരുടെയും കടൽ തീരമാണ്, ഇവർക്കും കൂടി അവകാശപ്പെട്ട നോട്ടിക്കൽ സ്പേസ് ആണിത്. അപ്പോൾ അവിടെയാണ് ഇറാൻ ശരിക്കും ഒമാന്റെ തീരത്ത് കിടന്നൊരു കപ്പലിനെ, അവര് എവിടെയും പോയിട്ടില്ല, ഒമാന്റെ തീരത്ത് തന്നെ കിടന്ന കപ്പൽ എവിടെയും നീങ്ങിയിട്ടില്ല, ജസ്റ്റ് ഒമാന്റെ തീരത്ത് തന്നെ ഹാൾട്ട് ചെയ്തിരുന്ന കപ്പലിന് നേരെ ഇവർ ആക്രമണം നടത്തിയിട്ടുണ്ട്. ഒമാന് സ്വന്തമായിട്ടുള്ള കപ്പലാണ്. അപ്പോൾ ആ കപ്പലിന് നേരെ ഇറാൻ ആക്രമണം നടത്തിയിട്ടുണ്ട്. ഡ്രോൺ മുഖേനയാണ് ആക്രമണം നടത്തിയത്. അപ്പോൾ ഇത്തരത്തിൽ മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ഇറാൻ തകൃതിയായിട്ടുള്ള ആക്രമണത്തിന് തയ്യാറെടുത്തിരിക്കുകയാണെന്ന് പറയുമ്പോഴത്തേക്കും യുദ്ധത്തിനുള്ള മുറവിളി കൂട്ടുന്നതായിട്ട് തന്നെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇതിനെ സാധൂകരിക്കുന്ന രീതിയിൽ 2 ദിവസങ്ങൾക്ക് മുമ്പ് ഇറാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്ട്രെയ്റ്റ് ഓഫ് ഹോർമോസിൽ അമേരിക്ക ഉണ്ടാക്കിയിരിക്കുന്ന ബ്ലോക്കേഡ് അതും യുദ്ധത്തിന്റെ സൂചനയാണ്, അത് യുദ്ധത്തിന്റെ ഭാഗമാണ്, അല്ലാതെ അത് ജസ്റ്റ് ഒരു നോർമൽ പ്രൊസീജിയർ അല്ല എന്നാണ് ഇറാന്റെ വിലയിരുത്തൽ. ഇപ്പൊ ഇന്ന് ഇറാന്റെ ഫോറിൻ മിനിസ്റ്ററിന്റെ സ്പോക്സ് പേഴ്സൺ പറയുന്നത്, ഞങ്ങൾ ഒരു 3 സ്റ്റേജസ് പ്രൊപ്പോസൽ നിങ്ങളുടെ കയ്യിലേക്ക് തന്നിട്ടുണ്ടായിരുന്നു, നിങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള മറുപടിയും ഞങ്ങൾക്ക് തന്നിട്ടില്ല, അതുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച നടത്താനും നിങ്ങൾ തയ്യാറായിട്ടില്ല. സ്ട്രെയ്റ്റ് ഓഫ് ഹോർമോസിലുള്ള ട്രാൻസ്പോർട്ടേഷനെ നിരന്തരം തടഞ്ഞു വെക്കുന്നത് കൊണ്ട് യൂറോപ്പിനാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുന്നത് എന്ന് പറഞ്ഞിട്ട് യൂറോപ്യൻ രാജ്യങ്ങളെയൊക്കെ ഇറാൻ കോൾ ഫോർ ചെയ്തിരിക്കുകയാണ്. അത് അമേരിക്കയ്ക്കെതിരെ നിങ്ങൾ ഇറങ്ങണമെന്ന് പറഞ്ഞിട്ട്. ഇതാണ് സിറ്റുവേഷൻ. ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ ഉടനെ ഇറാന്റെ വാക്കും കേട്ട് അമേരിക്കയ്ക്കെതിരെ ഇറങ്ങാനൊന്നും പോകുന്നില്ല. അമേരിക്ക വിളിച്ചാൽ തന്നെ ഇറങ്ങാത്ത അവസ്ഥയാണ്, പിന്നെയാണ് ഇറാൻ വിളിച്ചാൽ. അപ്പം ഈ ഒരു സാഹചര്യം ഇവിടെ ഉണ്ട്. പക്ഷേ ഈ ഒരു അവസരം കൃത്യമായിട്ട് അവർക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണ്.
അപ്പൊ അത് മാത്രമല്ല, ഇറാൻ ഫിജേറയിലുള്ള എണ്ണ ശേഖരം അവർ കൃത്യമായിട്ട് ലക്ഷ്യം വെക്കുന്നുണ്ട്. അതിലേക്കാണ് അവർ മിസൈൽ വിടാൻ ശ്രമിച്ചത്. ആ മിസൈലുകൾ UAE വിജയകരമായി തന്നെ ഇന്റർസെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ തീർച്ചയായിട്ടും അമേരിക്കയുടെ ഈഗോ ഹേർട്ട് ചെയ്തിട്ടുണ്ട്. ഇസ്രായേലും അമേരിക്കയും ഒരുമിച്ച് വീണ്ടും പഴയതുപോലെ രംഗത്തിറങ്ങാനുള്ള സാധ്യതയാണ് വളരെ കൂടുതൽ. ഞാൻ ഈ വീഡിയോ പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് എന്തായാലും നിർണായകമായിട്ടുള്ള നീക്കങ്ങൾ നടന്നിട്ടുണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അമേരിക്ക പറയുന്നത് എല്ലാ രാജ്യങ്ങൾക്കും സ്മൂത്തായിട്ട് എണ്ണ ലഭിക്കണം എന്നുള്ള തരത്തിലുള്ള വാർത്തയൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എണ്ണ ലഭിക്കണം എന്നുണ്ടെങ്കിൽ അത് അമേരിക്ക തന്നെ തീരുമാനിക്കണം. കാരണം ഇപ്പോൾ ഏറ്റവും കൂടുതൽ എണ്ണ വിറ്റുകൊണ്ടിരിക്കുന്ന അമേരിക്കയാണ്, വിലയാണെങ്കിൽ നല്ല കൂടുതലുമാണ്. അപ്പോൾ ഇവിടെ എല്ലാ രാജ്യങ്ങൾക്കും സ്മൂത്തായിട്ട് എണ്ണ കിട്ടണം എന്നുണ്ടെങ്കിൽ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് ഓപ്പൺ ആവണം. അപ്പോൾ ഏത് വിധേനയും സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിനെ തുറക്കും എന്നുള്ള വാശിയിൽ അമേരിക്കയും, അതേസമയം സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിൽ ഒരു ചെറിയ ബോട്ട് പോലും സഞ്ചരിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞിട്ടുള്ള വാശിയിൽ ഇറാനും. അങ്ങനെ രണ്ടുപേരും ഫേസ് ഓഫ് ചെയ്ത് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിൽ കാണാൻ കഴിയുന്നത്. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണ്ടിയിട്ടുള്ള ചരക്ക് നീക്കങ്ങൾ ഒന്നും തന്നെ നടത്താൻ കഴിയുന്നില്ല. പക്ഷെ അതേസമയം അമേരിക്കയുടെ സപ്പോർട്ടോടു കൂടി മറ്റുള്ള പേർഷ്യൻ ഗൾഫിൽ കിടക്കുന്ന രാജ്യങ്ങൾ, അതായത് UAE, സൗദി അറേബ്യ, ഖത്തർ, ഒമാൻ പോലത്തെ രാജ്യങ്ങൾ അവരുടെ ചരക്ക് നീക്കങ്ങൾ വളരെ സ്മൂത്തായിട്ട് നടത്തുന്നതിൽ ഇറാന് ബുദ്ധിമുട്ടുണ്ട്. അതാണ് ഇറാന്റെ പ്രധാനപ്പെട്ട പ്രശ്നം. അത് മാത്രമല്ല പ്രശ്നം, ശരിക്കും ഈ കോൺഫ്ലിക്റ്റ് അവർ വിജയിച്ചതായിട്ട് വരുത്തി തീർക്കണം. എന്നാൽ മാത്രമേ അവർക്ക് മിഡിൽ ഈസ്റ്റിൽ ഇനി ഒരു ഡോമിനേഷൻ അല്ലെങ്കിൽ ഒരു സർവൈവൽ സാധ്യമാകുള്ളൂ. അതിനുവേണ്ടിയിട്ടാണ് ഇറാൻ ശ്രമിക്കുന്നത്. അതേസമയം ഇസ്രായേൽ ആണെന്നുണ്ടെങ്കിൽ പുതിയ ഇവാക്യുവേഷൻ ഓർഡർ 9 വില്ലേജുകൾ ലെബനന്റെ ഭാഗത്ത് നിന്ന് ഒഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. 9 പുതിയ വില്ലേജുകൾക്കാണ് ഇപ്പം ഇവാക്യുവേഷൻ ഓർഡർ ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. അപ്പം ഇസ്രായേലിന്റെ ഉത്തരവനുസരിച്ച് ഇപ്പം ലെബനന്റെ ഉള്ളിൽ നിന്നും ഈ 9 വില്ലേജുകളിൽ നിന്നും ആൾക്കാർ ഒഴിഞ്ഞു പോകാൻ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നയീം കാസിം, ഹിസ്ബുള്ളയുടെ ലീഡറായിട്ടുള്ള നയീം കാസിം പറഞ്ഞിരിക്കുന്നത് ലെബനാൻ ഗവൺമെന്റ് ഒരു കാരണവശാലും ഇസ്രായേലുമായിട്ട് നേരിട്ട് ചർച്ചയ്ക്ക് പോകാൻ പാടില്ല. അങ്ങനെ പോയി കഴിഞ്ഞാൽ ഹിസ്ബുള്ള അവിടെ സിവിലിയൻ പ്രൊട്ടസ്റ്റിന് ആഹ്വാനം ചെയ്യും എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ സൗത്ത് കൊറിയയുടെ HMM എന്ന് പറഞ്ഞ ഒരു കപ്പൽ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. അതായത് ഇറാൻ വളരെ എവിഡന്റ് ആയിട്ട് കപ്പലുകളെ ആക്രമിക്കുകയാണ്. അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ശരിക്കും വയലേഷനാണ്, സീസ് ഫയർ വയലേഷനാണ്. അമേരിക്കയ്ക്ക് ഫുൾ റൈറ്റോടുകൂടി തിരിച്ചടിക്കാനുള്ള എല്ലാ അവകാശങ്ങളും ഉണ്ട്. പക്ഷേ ഇതുവരെ ആക്രമണങ്ങൾ അമേരിക്കയോ ഇസ്രായേലോ ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ അതിനുള്ള തയ്യാറെടുപ്പുകൾ നല്ല രീതിയിൽ നടക്കുന്നുണ്ട് അണിയറയിൽ. ഈ സാഹചര്യത്തിൽ ഇറാൻ പറഞ്ഞിരിക്കുന്നത് സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് ഇസ് ഫുള്ളി അണ്ടർ അവർ കൺട്രോൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് അവരുടെ കൺട്രോളിലാണ് സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ്. അത് ആർക്കും തന്നെ ചോദ്യം ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അവർ അതിനെ ശക്തമായി സെക്യൂർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിനെ കൈക്കിലാക്കി കളയാം, അല്ലെങ്കിൽ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിനെ ഒരു ഈസി പാസേജ് ആയിട്ട് മാറ്റിക്കളയാം എന്നൊക്കെ മറ്റുള്ളവർ വിചാരിക്കേണ്ട. എനിമീസ്, അവർ മെയിനായിട്ട് അമേരിക്കയാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ എനിമീസ് ഉദ്ദേശിക്കേണ്ട, അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. അതിനുള്ള കപ്പാസിറ്റി അമേരിക്കയ്ക്ക് ഇല്ല എന്നുള്ള ഒരു വെല്ലുവിളിയും കൂടി ഇറാൻ ഉയർത്തുന്നുണ്ട്. എനിവേ, ഇനിയിപ്പം ട്രംപ് എന്ത് ചെയ്യും എന്നുള്ളത് നമുക്കറിയില്ല. നിലവിൽ ഇതാണ് സെനാരിയോ. അപ്പോൾ എന്തായാലും വളരെ നിർണായകമായിട്ടുള്ള ഡെവലപ്മെന്റ് ആണ് നമ്മൾ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.